ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ചക്കപ്പഴം കൊണ്ട് ബജ്ജി ഉണ്ടാക്കാം കേട്ടോ. ചക്കപ്പൊരി, ജാക്ക് ഫ്രൂട്ട് അങ്ങനെയൊക്കെ പറയാം. അത് നല്ലൊരു പഴംപൊരി ചക്കപ്പൊരി ഉണ്ടാക്കാം. നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 5-6 ഇതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതുകൊണ്ട് ചക്കപ്പൊരി ഉണ്ടാക്കാം. ചക്കപ്പഴം പൊരി ഉണ്ടാക്കി നോക്കാം നമുക്ക്. അതിന് വേണ്ടി നമുക്ക് ഇത്തിരി പൊടി എടുക്കാം, മൈദ എടുക്കണം. ഒരു 3-4 ടീസ്പൂൺ മൈദ എടുക്കാം കേട്ടോ. ഇത്തിരി കട്ടിയിൽ എടുക്കണം നമ്മൾ, ചക്കപ്പഴം അല്ലേ, അപ്പോൾ അതിങ്ങനെ ടൈറ്റായി നിൽക്കണം മാവ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി ഒരു ശകലം ഒരു ഇത്. മുളക് പൊടി ആവശ്യമില്ല, ഞാൻ ഇത്തിരി മുളക് പൊടി ഇടും കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടിയാണ്, കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പിടാം. ശകലം മേമ്പൊടി ഓരോരു ഉപ്പിട്ടാൽ മതി. പിന്നെ വേണ്ട ഇത്തിരി പഞ്ചസാര ഇടാം കേട്ടോ. ചക്കപ്പഴത്തിന് നല്ല മധുരമുണ്ട്, എന്നാലും ഇത്തിരി പഞ്ചസാര ഇടാം നമുക്ക്. ഇത്രയും മതി. നമുക്ക് നല്ലോണം ഒന്ന് കലക്കി കൊടുക്കണം. വെള്ളമൊഴിച്ച് നമുക്ക് കലക്കാം. കട്ടിയായിട്ട് കലക്കണം കേട്ടോ. നല്ലോണം ഒന്ന് കലക്കി കൊടുത്തിട്ട് ഇതിലേക്കൊരു ഇത്തിരി റവ ചേർക്കാം നമുക്ക്. ശകലം റവ എടുക്കാം കേട്ടോ. ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് റവ ചേർക്കുന്നത് കേട്ടോ. നമുക്കിതൊന്നും കൂടി കലക്കി കൊടുക്കാവേ. ഉപ്പൊക്കെ നോക്കട്ടെ. കൊള്ളാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം, സ്റ്റവ് കത്തിക്കാം. രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റിയുള്ള ചക്കപ്പഴം പൊരിയാണ്. ചക്കപ്പഴം പൊരി വെളിച്ചെണ്ണയാണ് കേട്ടോ.
ചട്ടി ചൂടായിക്കോട്ടെ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചക്കപ്പഴംപൊരി. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാലും ഞാനിവിടെ 5-6 ചള ചക്ക കിട്ടിയപ്പോൾ ഞാനത് പഴംപൊരി ചക്കയുടെ പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഹെൽപ്പ് ചെയ്യുക. എണ്ണ ചൂടായിക്കോട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് കലക്കി കൊടുക്കാം. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്കിത് അതിലേക്ക് മാവ് മുക്കിയിട്ട് കൊടുക്കാം. ചക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. ചക്കപ്പഴത്തിൻ്റെ മാവ് മുക്കി അതിനകത്ത് ചുള എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്താലോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തൊരു ടിഷ്യൂ പേപ്പർ വയ്ക്കാം. എണ്ണ കുടിച്ചോട്ടെ. അത് ടിഷ്യൂ പേപ്പറിലേക്ക് കോരാം കേട്ടോ. ഇളക്കി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ റവയും മൈദയും കൂടി ചേർത്ത് ചക്കപ്പഴം പൊരിച്ചെടുത്താൽ നല്ല സ്വാദമായിരിക്കും കേട്ടോ. അപ്പം അത് നമുക്ക് കോരിയെടുക്കാം പ്ലേറ്റിലേക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ.
ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് മൊരിയട്ടെ. മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വെയിറ്റ് ചെയ്യുക. ഒന്നും കൂടി മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കതും മൊരിയാറായിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തതും കൂടി കോരി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കപ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ചക്കപ്പഴം കൊണ്ടൊരു പൊരി. ചക്കപ്പഴമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.